നമസ്കാരം. അപ്പോൾ ഈ ആമസോൺ എന്ന് പറയുന്നത് ശരിക്കും തട്ടിപ്പാണോ? ശരിക്കും ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണോ? തീർച്ചയായിട്ടും ഇന്ന് രാവിലെ അല്ലെന്നുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ കത്തിക്കയറുന്നുണ്ട്. അതായത് ആമസോണിൽ ബുക്ക് ചെയ്തിട്ട് ഒരു മൂർഖന്റെ കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴ് ആമസോണിലൊക്കെ വിഷമുള്ള പാമ്പുകളൊക്കെയാണ് അയച്ചു കൊടുക്കണല്ലേ. ഈ ഒരു ന്യൂസിന് ഒരു വ്യക്തമായ ഒരു വിവരം കിട്ടിയത് ഇപ്പോഴാണ്. അതായത് ബാംഗ്ലൂരിലുള്ള നവദമ്പതികൾ ഒരു ഗെയിം കൺട്രോളർ ബുക്ക് ചെയ്ത് സന്തോഷമായിട്ട് ഈ ഐറ്റം വന്നു കഴിഞ്ഞപ്പോൾ പൊട്ടിച്ചു നോക്കിയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്, മൂർഖൻ്റെ ചെറിയൊരു കുഞ്ഞിരിക്കണം. അതും വളരെ സേഫായിട്ട് ഒട്ടിച്ച ബോക്സിലാണെന്ന് ആലോചിക്കണം. വളരെ സേഫായിട്ട് വളരെ കൃത്യമായ രീതിയിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്ന ഒരു ബോക്സിൻ്റെ അകത്താണത്. അപ്പം തന്നെ വിളിച്ച് അവർ കംപ്ലയിൻറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് യാതൊരു മാന്യമായ റെസ്പോൺസും ഇതുവരെ അവർ കിട്ടിയില്ല. ഇപ്പോൾ അവർ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആമസോണിനെതിരെ തട്ടിപ്പ്, വെട്ടിപ്പ്, കൊലപാതക ശ്രമം ഇതിനു വേണ്ടിയാണ് കേസ് കൊടുക്കേണ്ടത്. ഈ കോടിക്കണക്കിന് ഉപഭോക്താക്കളുള്ള ഈ ആമസോൺ എന്ന് പറയുന്ന ടീമൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും സാധാരണക്കാരൻ? തീർച്ചയായിട്ടും ഇത് വളരെ ക്രൂവലായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ശരിക്കും ആ ദമ്പതികൾക്ക് ശരിക്കും മരണം വരെ സംഭവിക്കാവുന്നൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ചൊരു നല്ലൊരു റെസ്പോൺസ് ചെയ്യാതെ ഇരിക്കുന്ന ഈ ആമസോണൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഇതിന് മുന്നും ഇതുപോലെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ സോപ്പ് വെട്ടി അയച്ചു കൊടുക്കുക, അതുപോലെ വളരെ വില കുറഞ്ഞ വളരെ ക്വാളിറ്റി കുറഞ്ഞ കുറേ ഐറ്റംസ് അയച്ചു കൊടുക്കുക. ഒത്തിരി തട്ടിപ്പുള്ള ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ട് പോലും യാതൊരുവിധ നല്ലൊരു റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കോടാനുകോടി ഉപഭോക്താക്കളുള്ള ഒരു ടീമാണെന്ന് ആലോചിക്കണം. ശരിക്കും ഇതൊരു വലിയൊരു വിശ്വാസവഞ്ചന തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ സാധാ ഉപഭോക്താക്കളെ പറ്റിക്കണേ? എന്തിനു വേണ്ടി? എന്തിനാണ് ആമസോൺ? സൂക്ഷിക്കണം നോട്ടാ. ഇനിയിപ്പോൾ മലയിറക്കാൻ നമ്മൾ തേളുമ്പോൾ താരൊക്കെ ആയിരിക്കുള്ളൂ. പ്രേക്ഷകർക്ക് ഇതിന്റെ വ്യക്തമായിട്ടുള്ള റൂൾസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കയറി കമന്റ് ചെയ്യുക.